ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മക്കളെ എളുപ്പത്തിൽ എഴുതിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും അറിയാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് റൈറ്റിംഗ് തുടങ്ങേണ്ടതെന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് അവരുടെ റൈറ്റിംഗ് നല്ല ഇമ്പ്രൂവ് ആവും, അവർക്ക് എഴുതാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ദെൻ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല നീറ്റ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അവരെ കൊണ്ടുവരേണ്ടത് അല്ലേ. അവരെ അതായത് വാശി പിടിപ്പിച്ച് എഴുതിച്ച് ഇരുത്തി കുറെ കോപ്പീസ് എഴുതി പിന്നെ നമ്മൾ അങ്ങനെ തലങ്ങും വലങ്ങും ഒക്കെ ഷൗട്ടിങ്ങും അടിയൊക്കെ ആയി ആ ഒരു രീതിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്ക് കൂടി പാതി കുറയും. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇംഗ്ലീഷിന്റെ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിനുള്ള ഫോണിക്സ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബേസ് തൊട്ടിട്ടുള്ള ലെറ്റർ സൗണ്ട്സ് തൊട്ടിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും അത് കേട്ടോ. അപ്പോൾ അഡ്വാൻസ്ഡും ഉണ്ട്, ദെൻ ബേസ് ക്ലാസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കും അല്ലെങ്കിൽ തീരെ വലിയ കുട്ടികളായിട്ടും തീരെ റീഡ് ചെയ്യാൻ കിട്ടാത്ത കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കോഴ്സ് എടുത്താൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ബേസ് തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് നല്ലൊരു ബേസ് കിട്ടാനും നമ്മുടെ കോഴ്സ് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് വഴി ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുന്നുണ്ട്. വരുന്ന മൺഡേ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ അവർക്ക് ഇങ്ങനെ കുറേ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് ലെറ്റേഴ്സും നമ്പേഴ്സും അല്ലെങ്കിൽ മലയാള അക്ഷരമായാലും അത് അങ്ങനെയൊന്നും കൊടുക്കരുത് കേട്ടോ. ഫസ്റ്റ് അവരുടെ റൈറ്റിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ റൈറ്റിംഗ് അല്ല, നോർമലി നമ്മുടെ ഒരു കുട്ടി ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞു അതായത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പറഞ്ഞു കൊടുത്താൽ വേഗം പിക്കാണ് കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് 2 വയസ്സ് തുടങ്ങിയിട്ട് ജസ്റ്റ് പ്ലെയിൻ പേപ്പേഴ്സ് കൊടുക്കാം കേട്ടോ. പ്ലെയിൻ പേപ്പർ കൊടുത്തിട്ട് അതിൽ അവർക്ക് ഇഷ്ടമുള്ളത് ലെറ്റ് ദം ഡ്രോ, ലെറ്റ് ദം റൈറ്റ്, ലെറ്റ് ദം കളർ. ഓക്കെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പ്ലെയിൻ ഷീറ്റ് മാത്രം കൊടുക്കാം കേട്ടോ. അപ്പൊ ചാർട്ട് പേപ്പർ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ബോർഡ് ജസ്റ്റ് വാളില് ഒന്ന് ഹാങ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് നോട്ട്ബുക്ക്, പ്ലെയിൻ നോട്ട്ബുക്ക് മേടിച്ചു കൊടുക്കാം. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ കുറേ അവർ വരയ്ക്കട്ടെ, കുറേ കളർ കൊടുക്കട്ടെ, ക്രയോണോ അങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് വാങ്ങിക്കൊടുത്തു. ഫസ്റ്റ് ക്രയോൺ മതി കേട്ടോ, കുറച്ച് വണ്ണമുള്ള ക്രയോൺ കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് എന്ത് വേണേലും ചെയ്തോട്ടെ, കുറേ വരയ്ക്കട്ടെ, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ദെൻ അവർ നന്നായി പെൻസിൽ ഗ്രിപ്പൊക്കെ വന്നു, അതായത് ആ ക്രയോൺ ഒക്കെ നന്നായിട്ട് ഈ 3 ഫിംഗേഴ്സിൽ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അവർ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ആദ്യമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ശരിയാവും കേട്ടോ. ദെൻ ഇങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ കറക്റ്റ് ആണ് ടൈമിൽ നമുക്ക് പിന്നെ അവർക്ക് മെല്ലെ ഒന്ന് കളറിങ്ങിലോട്ട് വരാം കേട്ടോ. കളറിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കളറിംഗ് ബുക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും മേടിച്ചു കൊടുക്കരുത്. ജസ്റ്റ് നമ്മൾ ഇതേ പ്ലെയിൻ ബുക്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ അല്ലെങ്കിൽ സർക്കിൾ അങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ദെൻ അതിൻ്റെ ഉള്ളിൽ ഈ ബൗണ്ടറിയാണ്, ഇതിനപ്പുറം കടക്കരുത്, അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്തെന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് കൊടുക്കുമ്പോഴേക്കും അപ്പുറം ഇപ്പുറമൊക്കെ പോവും, ഫിനിഷ് ആവില്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, പക്ഷെ അവർക്ക് ഒരു ബൗണ്ടറി നമ്മൾ ഇട്ട് കൊടുക്കുക, ഇതാണ് ബൗണ്ടറി. അപ്പൊ അവർക്ക് മനസ്സിൽ വരും, യെസ് ഇതിനുള്ളിൽ ഞാൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ കുറെ ഷേപ്സ് കളർ ചെയ്യാൻ വേണ്ടി കൊടുക്കാം കേട്ടോ. അല്ലാതെ നമ്മൾ ഈ കുറേ ഉള്ള കളറിങ് ബുക്സും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ സ്കെച്ച് പെൻസ് അതൊന്നും ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞ് അവർ ഏകദേശം നല്ല ഭംഗിയിലൊക്കെ കുറെ കൊടുത്ത് ഏകദേശം ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്, പുറത്തൊന്നും പോകാതെ എന്ന് കാണുമ്പോൾ നമുക്ക് മെല്ലെ കുറച്ച്, അതായത് വീട് പോലെ ഇങ്ങനെ ട്രയാങ്കിൾ, ഒരു റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ മേലെ ഒരു കളർ, താഴെ ഒരു കളർ. അപ്പോൾ കളർ നെയിംസ് ഒക്കെ പഠിപ്പിച്ച് അതിൻ്റെ ഒപ്പം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അങ്ങനെ അങ്ങനെ കുറച്ചായിട്ട് പോകട്ടെ കേട്ടോ. പിന്നെ നമുക്ക് എല്ലാം കറക്റ്റ് ആകുമ്പോൾ അഡ്വാൻസ്ഡ്, അതായത് കുറേ നമ്പേഴ്സും കളേഴ്സൊക്കെ ഉള്ള കളറിംഗ് ബുക്സ് ഒക്കെ അവർക്ക് കളർ ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് കളറിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ, റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് തന്നെ. ഓക്കെ, ദെൻ അപ്പോൾ അത് കുറേ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ പെൻസിൽ ഗ്രിപ്പിംഗ് സൂപ്പർ ആവും. അപ്പൊ തന്നെ അവരുടെ ഷാർപ്നെസ്സും അതുപോലെ സ്പീഡും എല്ലാം അവർക്ക് ഹോൾഡ് ചെയ്യണ ഒരു കപ്പാസിറ്റി ഒക്കെ വരും. അതിനുശേഷമാണ് നമ്മൾ ഇനി റൈറ്റിങ്ങിലോട്ട് ഞാൻ വരാൻ പോവാണ്. റൈറ്റിങ്ങിലോട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത് അവരിനെ ലൈൻസ് ആൻഡ് കർവ്സ് ആണ് വരയ്ക്കാൻ പഠിപ്പിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ലൈൻസ് ആൻഡ് കർവ്സ് പറയുമ്പോൾ ലൈൻസ് 4 ടൈപ്സ് ലൈൻസ് ഉണ്ട്. ഓക്കെ, അതായത് നോക്കിക്കേ, ഇങ്ങനെ വരയ്ക്കുന്നതാണ് സ്റ്റാൻഡിങ് ലൈൻസ്. ഓക്കെ, ഇതാദ്യം നമ്മൾ അവരെ വരയ്ക്കാൻ പഠിപ്പിക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ വലിയൊരു വര വരച്ചിട്ട് ജസ്റ്റ് ഒരു പോയിന്റ്, താഴെ ഒരു പോയിന്റ്, എന്നിട്ട് അതിന്റെ മേലെ കൂടെ വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ. സ്ലൈറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത് ഇതിന്. ഓക്കെ, ഇത് എന്നിട്ട് അവര്
വലിയ ലൈൻസ് കറക്റ്റ് ആയിട്ട് കുറെ വരയ്ക്കുമ്പോൾ അതിനുശേഷം ചെറിയ ലൈൻസ് ആക്കുക അതിന്. ഓക്കെ, അതും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കോളം ബുക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ കോളം മാത്സ് 1 2 3 ഒക്കെ എഴുതുന്ന ബുക്ക്, അതിൽ ജസ്റ്റ് ആ കോളത്തിന്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് റോ ഒന്ന് ചെയ്ത് കൊടുക്കുക, then അവരെ കൊണ്ട് ചെയ്യിക്കുക കേട്ടോ. അപ്പൊ അവരുടെ സൈസ് ഒന്ന് ചെറുതായി, എപ്പോഴും കുട്ടികൾ എഴുതുമ്പോൾ നല്ല വലിയ സൈസിലൊക്കെ വരാറുണ്ടില്ല, അപ്പൊ അത് സൈസൊക്കെ ഒന്ന് ചെറുതാവും. ഓക്കെ, അപ്പൊ ഇത്രയും കുറെ എഴുതുമ്പോൾ തന്നെ അവരുടെ ആ ഒരു എഴുതുന്ന ആ ഒരു ലെവൽ ഇമ്പ്രൂവ് ആയി വരും കേട്ടോ. ദെൻ ഇത് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ലൈൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ലൈൻസ് അല്ലേ. അപ്പൊ ഇത് ഇതേപോലെ തന്നെ കേട്ടോ, ഇങ്ങനെ വരച്ചു കൊടുക്കുക, 2 ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ, ദെൻ ചെറുതാക്കുക, ദെൻ കോളം ബുക്കിൽ അപ്പുറം ഇപ്പുറം 2 ഡോട്ട്സ് ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തനിയെ ചെയ്യുന്നെങ്കിൽ അവർ ഒറ്റയ്ക്ക് ചെയ്തോട്ടെ കേട്ടോ, ഇതേപോലെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 2 ലൈൻസ് അല്ലേ. ഇതിന് ശേഷം നമ്മൾ സ്ലാൻഡിങ് ലൈൻസ്. സ്ലാൻഡിങ് ലൈൻസ് എന്ന് വെച്ചാൽ ചെരിഞ്ഞ വര കണ്ടോ, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ദെൻ ലെഫ്റ്റ് ടു റൈറ്റ്, ഈ 2 ടൈപ്സ് ലൈൻസും ഇതേപോലെ നമ്മൾ ആദ്യം വലുത് പിന്നെ ചെറുതാക്കുക, ദെൻ കോളം ബുക്കിൽ ഇങ്ങനെ സ്ലൈഡ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ലൈൻസ് ഒക്കെ കിട്ടിയാൽ അവർക്ക് കുറേ ലെറ്റേഴ്സ് എഴുതാനുള്ള കഴിവ് ഇപ്പൊ തന്നെ ആയി അല്ലെ. നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ ഈ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് കൂടുതലുള്ളത് അല്ലെ. ഓക്കെ, ഇതിന് ശേഷമാണ് നമ്മുടെ കേർവ്സ് വരുന്നത്. കേർവ്സ് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിക്കേ, ലെഫ്റ്റ് കർവ്, റൈറ്റ് കർവ്, അപ്പ് കർവ്, ഡൗൺ കർവ്, ഈ 4 കേർവ്സ് ആണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ ഈ 4 കേർവ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഈ 4 കേർവ്സും നന്നായിട്ട് അവരെ കൊണ്ട് വരപ്പിക്കുക കേട്ടോ. നമ്മുടെ കോളം ബുക്കിൽ തന്നെ കുറേ ചെയ്യിച്ചാൽ നല്ല ഇമ്പ്രൂവ്. അപ്പൊ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോയാൽ നമ്മുടെ ഈ റൈറ്റിംഗ് അവർ സ്പീഡായി എഴുതും. അവർക്കിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നല്ല ഇമ്പ്രൂവ്. നമ്മൾ ഇങ്ങനെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഒന്നൊന്നായി എഴുതിക്കേണ്ട ആ ഒരു കഷ്ടപ്പാടും സ്ട്രഗിളൊന്നും ഉണ്ടാവില്ല കേട്ടോ, തനിയെ അവർ എഴുതും. അപ്പൊ ഇത് ചെയ്യിക്കുക കേട്ടോ. അപ്പൊ ഇതെല്ലാം ആയാൽ ഓക്കെയാണ്. ദെൻ പിന്നെ കുറച്ചുകൂടി പാറ്റേൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് നമ്മൾ കേഴ്സീവ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞാൽ നമുക്ക് ലെറ്റേഴ്സിലോട്ട് പോവാം. അപ്പൊ ഇന്ന് ഞാൻ ലെറ്റേഴ്സ് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലെറ്റേഴ്സ് എഴുതുമ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഓർഡറിൽ വന്നാൽ ABCDനെക്കാളും ബെസ്റ്റ് നമ്മൾക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റിയ ഒരു ഓർഡറാണ് ഇത് കേട്ടോ. EF പിന്നെ HILT. ഓക്കെ, ഈ ലെറ്റേഴ്സാണ് നമ്മൾ അവരെ ആദ്യം എഴുതാൻ പഠിപ്പിക്കേണ്ടത്. കാരണം എന്താന്ന് നോക്കിക്കേ, ഇതില് സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിങ് ലൈൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ലെറ്റേഴ്സ് ആണ് ഇതൊക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ LO TO എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പൊ ഇതായിരിക്കും ഏറ്റവും ഫസ്റ്റ് അവർക്ക് എഴുതാൻ. അപ്പൊ ABCD ഓർഡറിൽ തന്നെ പഠിപ്പിക്കണമെന്നൊന്നും ഒരു നിബന്ധന ഇല്ല കേട്ടോ. നമുക്ക് അവർക്ക് ഇതിപ്പോ ഈ ഒരു ലെറ്റർ കണ്ടാൽ അത് L ആണ്, ഇത് T ആണെന്ന് അവർക്ക് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് LT, ദെൻ ഈ 3 ലെറ്റേഴ്സ് എഴുതിച്ചാൽ വളരെ ഈസി ആയിരിക്കും. ജസ്റ്റ് ലൈൻസ് അല്ലേ ഉള്ളൂ, അപ്പൊ അവർക്ക് സിമ്പിൾ ആയിരിക്കും കേട്ടോ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സെറ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കുക. അതായത് ഇതിലിപ്പോ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും. നെക്സ്റ്റ് സ്ലാൻഡിങ് ലൈനോട് കൂടി ലെറ്റേഴ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, AKMN, ദെൻ V, W, X, Y, Z. ഓക്കെ, ഈ ലെറ്റേഴ്സ് നമുക്ക് ഇതിന് ശേഷം പഠിപ്പിക്കാം കേട്ടോ. ഓക്കെ, കണ്ടോ, ഇതും എഴുതാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇത്, ദെൻ നമുക്ക് പിന്നെ കേഴ്സും വരുന്ന ലെറ്റേഴ്സ് എഴുതിക്കാം. നോക്കിക്ക്, B, C, T, G, K, O, P, Q, S, T, U, V, W, S, U. ഓക്കെ, ബാക്കിയെല്ലാം ഇതിലുണ്ട് അല്ലേ. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ABCDs അവരെ കൊണ്ട് എഴുതിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതിച്ചു വന്നാൽ അവർക്ക് ഈസി ആയിരിക്കും. അവരുടെ ഈസിനെസ്സും അതുപോലെ നമ്മൾ എഴുതുമ്പോൾ നന്നായി അപ്രീഷിയേറ്റ് ചെയ്യുക, വെരി ഗുഡ് കൊടുക്കുക. ദെൻ അവരുടെ റൈറ്റിംഗ് എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ലെറ്റ് ദം റൈറ്റ് ഫസ്റ്റ്, എന്നിട്ട് നമ്മളത് തിരുത്തി കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ABCDs അവരെ എഴുതാൻ പഠിപ്പിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ മലയാളം ആയൊക്കെ എഴുതിക്കുന്നത് നോക്കിക്ക്, ആയൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാ അറിയോ. ഇങ്ങനെ കണ്ടോ, ഇതൊക്കെ എഴുതിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അവരെ കൊണ്ട് ഇത് വലിയൊരു ടാസ്ക് ആണ്, ഈ ആന്ന് എഴുതുന്നതൊക്കെ. അപ്പൊ ഇതിലോട്ടൊക്കെ മെല്ലെ വരാവൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മള്
ഈ ലൈൻസും കേഴ്സും പഠിപ്പിച്ച ശേഷം ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാൻ പഠിപ്പിച്ചു. ഇതിനു ശേഷം സ്മോൾ ലെറ്റേഴ്സിലോട്ടൊക്കെ തുടക്കക്കാർക്ക് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.